ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൊച്ചിയിലാണല്ലോ, കുറേ ദിവസമായിട്ട് കൊച്ചിയിലുണ്ട്. അപ്പോൾ ഇവിടെ ആയിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്കൊരു പരിപാടിയൊന്നുമില്ല. വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പ്രത്യേകിച്ചൊന്നും എനിക്ക് ചെയ്യാനില്ല. പക്ഷെ വന്ന സമയത്ത് ഞാൻ ഇവിടെ ചെറിയ കുറച്ച് ഡ്രോ ബാഗ്സ് ഒക്കെ മേടിച്ചിട്ട് അവിടുത്തെ അതേ ഗാർഡനിങ് ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇവിടെ ആകെ എനിക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഉള്ളത് കൂടുതൽ ഈ കിച്ചണിൽ തന്നെയുള്ള ഓരോ എന്തെങ്കിലും വർക്ക്, കുക്കിംഗ് കൂടുതലും ഇപ്പം ഞാനാണ് ചെയ്യുന്നത്. അപ്പം ഉമ്മനെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നില്ല, എന്നാലും ആള് ചെയ്യും. കാരണം എനിക്ക് അങ്ങനത്തെ രീതിയിൽ എൻ്റെ ഫുഡ് ഭയങ്കര ടേസ്റ്റി ആയിട്ടൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ജമീനനെ പോലെയല്ല, ജമീനൊക്കെ സത്യം പറഞ്ഞാൽ ഉമ്മനെക്കാളും അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് കഴിയും. അപ്പം എൻ്റെ ഫുഡ് അങ്ങനെ പലർക്കും ഇഷ്ടപ്പെട്ടില്ല. എന്നാലും അവസ്ഥ കാരണം ഞാൻ തന്നെയാണ് കിച്ചണിൽ കയറുന്നത്. ഞാൻ വിചാരിച്ചു ഇന്നത്തെ നമ്മുടെ എന്തെങ്കിലും പരിപാടീസൊക്കെ വ്ലോഗ് ചെയ്യാന്ന്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂടും. അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഞാനിപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഉമ്മ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ വിളിക്കട്ടെ. ഇതൊന്നും ഹലോ, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ റഷി വന്നപ്പോൾ മുതൽ എന്തോ വണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും അപ്പയ്ക്കും വേറൊരു പരിപാടി. ഭയങ്കര വെയിൽ തുടങ്ങി. അപ്പം ഞങ്ങളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. പാപ്പ യൂട്യൂബിൽ നിന്ന് എന്തോ കണ്ടുപിടിച്ചൊരു സാധനമാണ്. മറ്റേ നമ്മുടെ ഇതില്ലേ വിനേഗർ, പിന്നെ അതേപോലെ ലിക്വിഡ് ഡിറ്റർജൻ്റ് ഒക്കെ വെച്ചിട്ട് ഇതിങ്ങനെ തെളിച്ചു കൊടുത്താൽ മതി, വീഡ്സ് ഒക്കെ പോകുന്നു. നമുക്ക് നോക്കാം. ഞാൻ റിസൾട്ട് എന്തായാലും ഒരു 2 days കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഇവിടെ തന്നെ ഒഴിച്ചു കൊടുക്കട്ടെ. എവിടെ അത്രേ ഉണ്ടാവാന്? നല്ല എക്സ്പെൻസീവ് സാധനമാണ്. ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇതെങ്ങനെ ഉണ്ടാക്കണ? എങ്ങനെ? വെറും വിനേഗർ, സോൾട്ട്, പിന്നെ സോപ്പ് പൗഡർ അല്ലാത്തതുകൊണ്ടാണ് ലിക്വിഡ് എടുത്തേട്ടോ. ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഇതൊക്കെ പോകുന്നാണ് പറഞ്ഞത്. അവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിലത്തൊക്കെ ഉപ്പ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇത്രയാ ഡാഡി ഉള്ളേ? വിനെഗർ ഫുൾ തീന് വേദ ഇല്ല, അതിനും വേണ്ട. പക്ഷെ തീർന്നു കേട്ടോ. ഇത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്ര എക്സ്പെൻസീവ് ഉള്ള സാധനമൊന്നും തീർന്നു എന്ന് വെച്ചാൽ ഇത്ര എക്സ്പെൻസീവ് സാധനമായിരുന്നു എന്ന് അറിയില്ലായിരുന്നു. നോക്കാം ഇത് എത്ര ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും. നമുക്ക് നോക്കാം കേട്ടോ. ഇന്നത്തെ മൊത്തം ഇതിപ്പോ നമ്മള് ഈ ഒരു പോർഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവിടെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ വാടിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അത് നോക്കാം. ഇന്നെന്തായാലും കാണുമല്ലോ വീഡിയോയിൽ. റഷീന്റെ പരിപാടി തുടങ്ങി. റഷീനെ നോക്കിയിരിക്കാണ്. എന്തെങ്കിലും പരിപാടി ഉണ്ടാകില്ലേ വല്ല? എനിക്കും പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇത് ബിഗ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയാണ്. 10 minutes ഡെലിവറി.
നമ്മളിവിടെ ഇരുന്നിട്ട് ജസ്റ്റ് വാങ്ങിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടീൻ്റെ സംഭവങ്ങളൊക്കെ തീർന്നുകൊണ്ട് കുറച്ച് വിനേഗറും കാര്യങ്ങളൊക്കെ മേടിച്ചതാണ്. ഭയങ്കര എളുപ്പമാണ്. കാര്യം ഈ വെയിലത്ത് നമുക്ക് നടന്നു പോയൊന്നും മേടിക്കണ്ട. ഡെലിവറി ചാർജായിട്ട് 6-7 രൂപ കൊടുത്താൽ മതി. ഒരു സംഭവം നമ്മുടെ ഡോർ സ്റ്റെപ്പിലേക്ക് എത്തിക്കും. ഫാസ്റ്റ് ഡെലിവറിയാണ്, 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് താമസിക്കുന്നവർക്കൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. എനിക്കിത് പോകും മുമ്പ് മാമനുണ്ടല്ലോ ദില്ലു പറഞ്ഞു തന്നതാണ്, ഇതിന് ചേച്ചി ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ സംഭവം കണ്ടു, ഇതിൽ മുമ്പ് റോസ് ആയിരുന്നു വെച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ റോസ് ചെടി വെച്ചതായിരുന്നു എന്ന് പറഞ്ഞു. നല്ലോണം മണ്ണൊക്കെ ഉറച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ വിചാരിച്ചു നമ്മൾ കുറച്ച് ചീര സീഡ് മേടിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഇതിലേക്ക് സെറ്റ് ചെയ്യാമെന്ന് വെച്ചു. അത്യാവശ്യം ഉറച്ചിട്ടുണ്ട്. എൻ്റെ കൈ പോയി ഗൈസ്. ഇപ്പോൾ പൊട്ടിയതാണ് അത്. നോക്ക്, ഇതിലേക്ക് തട്ടിയതാണ്. അവിടെ നാട്ടിലാണെങ്കിൽ ഗ്ലൗസ് ഇടുമായിരുന്നല്ലോ. അവിടെ പരീക്ഷണം തുടങ്ങിയിട്ട് ഞാൻ ഉപ്പ് എന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തത് ക്രിസ്റ്റൽ സോൾട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഇതാണ് നടാൻ പോകുന്ന പച്ചച്ചീര, ഗ്രീൻ എമറാന്തസ്. ഓക്കെ, അപ്പുറത്തിന് പോലീസ് പേരെ ഓട്ടിച്ചു. സ്പെഷ്യൽ സാമ്പാർ. ഇതെല്ലാം വേണ്ടേ അപ്പൊ? ഇത് ഫുൾ വേണ്ടേ? ഇത് പയ്യെ ഇടുവാൻ വേണ്ടിക്കാ ഇട്ടോളൂല്ലേ അപ്പ? ഓക്കെ. ഓ ബെന്ത് അതും ഓക്കെ. അപ്പൊ കുറച്ച് ഉപ്പ്, സാമ്പാർ പൊടി ഉണ്ടോ? ഞങ്ങൾ അതെല്ലാം ഒപ്പിച്ചിട്ടാണ് മഞ്ഞളെങ്കിൽ മഞ്ഞളും വേണ്ട. സാമ്പാർ കേക്ക് സ്പെഷ്യൽ സാമ്പാർ. ടക്ടക്കീനോട് ഓക്കെ. അപ്പോൾ കേക്കിൻ്റെ സ്പെഷ്യൽ സാമ്പാറാണിന്ന്. അത് കലക്കിക്കൊണ്ടിരിക്കുക. റഷി കലങ്ങിയില്ല. അപ്പം എൻ്റെ പരിപാടി കഴിഞ്ഞു. എനിക്ക് ഇവിടെ നല്ല വെയിലായതുകൊണ്ട് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. കുറച്ചിരിക്കട്ടെ. പാപ്പ അപ്പോഴേ പറഞ്ഞായിരുന്നു കേട്ടോ പോയി മേടിക്കാന്ന്. പക്ഷെ നിങ്ങൾ കണ്ടില്ലേ, ഈ വെയിലിൽ പോയി മേടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ബിഗ് ബാസ്ക്കറ്റിൽ ഓർഡർ ചെയ്തായിരുന്നു. പക്ഷെ അതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ക്രിസ്റ്റലാന്ന്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഉണ്ട്, അത് നാക്കൂടിയില്ല. അങ്ങനെ ശരിയാകാം. ഈസ്റ്റർ ഇല്ല. അവിടെ സാമ്പാർ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ സാമ്പാർ പണ്ടേ ഇങ്ങനെ തള്ളി മറിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കൂട്ടിയപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പൊ ഇന്ന് സാമ്പാർ ഉണ്ടാക്കുന്ന പരിപാടി കേക്ക് ഏറ്റെടുത്തതല്ല കൊടുത്തതാ. എന്നിട്ട് അപ്പോൾ ഈസ്റ്റേൺ സാമ്പാർ പൗഡർ തന്നെ വേണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രാൻഡ് ഈസ്റ്റേൺ ആണ്. പച്ചക്കറി എത്ര വിസിലിന് ശേഷം? ലാസ്റ്റാണ് കേട്ടോ ആട്. വേറെ പച്ചക്കറി വേവ് കുറവാണ്. വെണ്ട ലാസ്റ്റ് ഇട്ടാൽ മതി. പേരെന്നെ പേര് ചൊല്ലിക്കൂടെ? നമ്മുടെ ഏമീൻ്റെ ഒരു ചായ കാച്ചലുണ്ട്. ഏമിക്കുട്ടീൻ്റെ ഒരു ജൂനിയർ. പേര് ചൊല്ലല്ലോ.
പേര് ചൊല്ലാത്തേനി പേര് ചൊല്ല പേരെന്തേ സിയ ഫാത്തിമയ സിയ ഫാത്തിമ ഈ പുല്ലൊക്കെ പോകുന്നു ചെടികൾക്കുള്ള സർബത്ത് റെഡി സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നെക്കാളും നല്ല മല്ലിയാണ് എങ്ങനെ സാമ്പാർ ഫുഡ് കഴിക്കാൻ പോവാണ് സാമ്പാർ റെഡി തീയക്കുട്ടി വീണ്ടും വന്ന് പോണ്ടതാ എവിടെ തോക്കോ നമ്മളെ തോക്കെവിടെ ചെരിപ്പിടുത്തോട്ടോ അങ്ങനെ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഒരു വിശേഷങ്ങൾ ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഇപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇരുത്തം ഇവിടെ പതിവാണ് പുറത്തിരിക്കും കുറച്ച് സന്ധ്യയൊക്കെ ആവാറാവുന്ന സമയത്താണ് ഭയങ്കര കൊതുകൊക്കെ വരും അപ്പോഴാണ് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കയറുന്നത് അതുവരെ ഇങ്ങനെ ഇരുന്നാൽ നല്ല അടിപൊളിയാണ് ഇരുന്ന് സംസാരിക്കാൻ അപ്പോൾ അത്രയാണ് നമ്മുടെ കൊച്ചിൻ ഡേയ്സ് വിശേഷങ്ങൾ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ